പ്രത്യേകിച്ച് ഏതെങ്കിലും സ്റ്റോക്കിലാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇട്ട് അതിൻ്റെ ആവറേജ് മൂവ്മെൻറ്റ് എത്ര ശതമാനമാണെന്ന്, എത്ര പോയിൻ്റാണ് ഒരു ദിവസം മൂവ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആവറേജ് മൂവിങ് പോയിൻ്റ് എത്രയാണ് എന്ന്, 10 പോയിൻ്റാണോ 20 പോയിൻ്റാണോ എന്ന്, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് ഒരു ദിവസം ആവറേജ് പോകാൻ സാധ്യതയുള്ളത്. ഏറ്റവും കൂടിയ വലിയ ക്യാൻഡിലും ഏറ്റവും ചെറിയ ക്യാൻഡിലും അളന്ന് അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആവറേജ് ഒരു ദിവസം എത്ര പോയിൻ്റ് പോകുമെന്ന്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് കുറച്ച് ക്യാൻഡിൽ കയറിയതിന് ശേഷമാണ് നിങ്ങൾ എൻട്രി കണ്ടത്. ഓക്കെ, നിങ്ങൾ എൻട്രി കണ്ടത് മാർക്കറ്റ് കുറച്ച് മൂവ് ചെയ്ത ശേഷമാണ് എങ്കിൽ നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇത്രയും കയറിപ്പോയതിന് ശേഷമാണ് നിങ്ങൾ എൻട്രി എടുത്തത്. ഇവിടുന്ന് എൻട്രി നിങ്ങളിവിടെ SL3 താഴെ കൊണ്ടുവയ്ക്കും. 1:1 പോലും കിട്ടത്തില്ല. നിങ്ങൾ വയ്ക്കുന്നത് 1:2 ആയിരിക്കും അല്ലേ. 1:2 വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകുമോ? എന്തുകൊണ്ടാണ് മാർക്കറ്റ് പോകാത്തത്? മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഏരിയ ടോട്ടലി ഇത്രയേ ഉള്ളൂ അല്ലേ. ടോട്ടലി താഴെ നിന്ന് മുകളിൽ വരെയേ ഉള്ളൂ. ഒരു ദിവസം മൂവ് ചെയ്യേണ്ട ആവറേജ് പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറി എടുക്കുമ്പോൾ SLഉം വലുതായിരിക്കും, ടാർഗറ്റ് ഏരിയയും കുറവായിരിക്കും. മനസ്സിലായോ? ഒരു മാർക്കറ്റ് ഒരു സ്റ്റോക്ക് പോകാനുള്ള ആവറേജ് പോയിൻ്റ് ഉണ്ട് ഒരു ദിവസം. ആ പോയിൻ്റ് ഓരോ സ്റ്റോക്കിനും വ്യത്യസ്തമായിരിക്കും. അത് കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി എടുക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, താഴെ നിന്ന് എത്ര പോയിൻ്റാണ് ഇപ്പോൾ ആൾറെഡി മൂവ് ആയത്. അപ്പോൾ ഇനി ആവറേജ് എത്ര പോയിൻ്റ് കൂടെ മൂവ് ആവാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് കൂടെ നിങ്ങൾക്ക് പോകും, നിങ്ങൾക്ക് ടാർഗറ്റ് എത്ര പോയിൻ്റ് വയ്ക്കാൻ പറ്റും, നിങ്ങൾ SL എത്ര വരും എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുത്താൽ മതി. അതിനിടയിൽ കയറി മൂവ്മെൻ്റ് ഇല്ലാത്ത സമയത്ത് അല്ലേ, ഇത്രയും പോയിൻ്റ് പോയ സ്ഥിതിക്ക് ഇനി ഒരു 5 പോയിൻ്റ് കൂടെ അല്ലെങ്കിൽ 10 പോയിൻ്റ് കൂടെ പോകാനുള്ളൂ. അത് പിന്നെ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഒരു മാർക്കറ്റിൻ്റെ ഇടയ്ക്ക് കയറി എടുക്കല്ലെന്ന് പറയുന്നതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻട്രി എടുത്താലും അഥവാ എൻട്രി എടുത്താലും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക, നിങ്ങൾ ഈ 1:2 എൻട്രി പ്രോഫിറ്റ് കിട്ടത്തില്ല, പോകത്തില്ല. നിങ്ങളെ എത്രയാണോ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ആ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് അതിൻ്റെ താഴെ നിന്നുള്ള അളവെടുത്തിട്ട് എത്ര പോയിൻ്റ് ആൾറെഡി നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് മൂവ് ചെയ്തു, അതിനുശേഷം എത്ര പോകുമെന്ന് കണക്കാക്കി ആ ഒരു ടാർഗറ്റിൽ ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ എൻട്രി ഇടയ്ക്ക് കയറി എടുക്കലെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ റീസൺ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് കയറിയും എൻട്രി എടുക്കാം. ചെറിയ ടൈം ഫ്രെയിമിൽ മാറ്റിയതിന് ശേഷം ചെറിയ സ്വിങ്ങിൽ നിന്ന് എൻട്രി എടുത്ത് ഇത്രയും പോയിൻ്റ് മാത്രം കളക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ചെറിയൊരു